ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്താൽ SNDP പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കുമെന്ന തരത്തിൽ രഹസ്യ റിപ്പോർട്ടില്ലെന്ന് സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ. അത്തരത്തിൽ റിപ്പോർട്ടുണ്ടെങ്കിൽ ആദ്യം അറിയിക്കുക മുഖ്യമന്ത്രിയാണെന്നും IB വ്യക്തമാക്കി. മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രശ്നമുണ്ടാകുമെന്ന് IB റിപ്പോർട്ടുള്ളതിനാലാണ് മുഖ്യമന്ത്രിയെ ചടങ്ങിൽ നിന്ന് വിലക്കിയതെന്ന് SNDP. ഈ സാഹചര്യത്തിലാണ് എന്നാണ് IBയുടെ വിശദീകരണം. വിവരങ്ങളുമായി KG ദിനകർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നുണ്ട്. ദിനകർ, ഇപ്പോൾ പഴി IBക്കാണ് എന്ന തരത്തിലാണോ? കാരണം ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം അവർ അവകാശപ്പെടുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ടല്ലേ അറിയിക്കേണ്ടത്, അല്ലാതെ വെള്ളാപ്പള്ളി വഴി മുഖ്യമന്ത്രി അല്ലല്ലോ. തീർച്ചയായും അരുൺ, കൊല്ലത്ത് നടക്കുന്ന ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കണം എന്ന് നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോട് ഫോണിൽ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പും ഇറക്കി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വളരെയധികം വിഷമത്തോടുകൂടിയാണ് താൻ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ, വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓഫീസിൽ നിന്നും വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്താൽ SNDP പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകും. അത് ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്ന് എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതേസമയം അത്തരത്തിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നാണ് സ്റ്റേറ്റ് IB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള വിവരം ലഭിച്ചാൽ അത് മുഖ്യമന്ത്രിയെ തന്നെയായിരിക്കും ആദ്യം അറിയിക്കുക. മറിച്ച് വെള്ളാപ്പള്ളിയുടെ ഓഫീസിനെയോ വെള്ളാപ്പള്ളിയോ ആയിരിക്കില്ല അറിയിക്കുക എന്നും സംസ്ഥാന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംഭവം വലിയ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. നേരത്തെ വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്ന കാര്യം ഇതാണ്: മുഖ്യമന്ത്രി പങ്കെടുത്താൽ അത് SNDP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകും, അതുകൊണ്ട് പങ്കെടുക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയത്. അരുൺ, അതായത് രാവിലെ ഫോണിൽ വിളിച്ചിക്കാര്യം വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി അറിയിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ തുടർന്നാണ് സംഭവം വലിയ വിവാദമായത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ ലഘൂകരിക്കുക എന്ന തരത്തിലേക്കാണോ നിലവിൽ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ആ തരത്തിലാണോ ഈ പഴി IBയുടെ തലയ്ക്ക് വെച്ച് ചാരി വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ ഒഴിഞ്ഞു മാറുന്നത്? അങ്ങനെ സാഹചര്യങ്ങളെ കാണാൻ സാധിക്കുമോ ദിനകർ? അരുൺ, ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് എമ്പാട് നിന്നും ഉയരുന്നത്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയരുന്നത്, രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അധ്യക്ഷനായി ക്ഷണിക്കുകയും ചെയ്തതാണ്. അക്കാര്യം പങ്കെടുക്കാം എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർ ശങ്കർ KPCCയുടെ മുൻ അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും അത് ഒരു സ്വകാര്യ ചടങ്ങാണ് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ പോലും അത്തരത്തിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അവിടേക്ക് പോകാം എന്ന് ഏറ്റത്. എന്നാൽ പിന്നീട് വളരെ ആസൂത്രിതമായി മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഉയർന്നു വരുന്ന ചോദ്യം വ്യക്തമാണ്, അല്ലെങ്കിൽ ഉത്തരം വ്യക്തമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ BJP നേതൃത്വം, RSS നേതൃത്വം ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിക്കേണ്ടതില്ല. അതിൻ്റെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആകെയുള്ള ഗുണഫലം BJPക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നവർ നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. BJP നേതൃത്വവും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അരുൺ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് റൂമിൽ നിന്ന് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, ഇക്കാര്യത്തിൽ സംഭവം വലിയ വിവാദമായപ്പോൾ ന്യായീകരണം എന്ന തരത്തിൽ വന്ന വാർത്തകൾ മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും, അങ്ങനെ ആയാൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല, അത് ചടങ്ങിനെ ആകെ ബാധിക്കുമെന്ന തരത്തിലാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നാണോ വെള്ളാപ്പള്ളിയുടെ ഓഫീസ് നിലവിൽ അവകാശപ്പെടുന്നത്? തീർച്ചയായിട്ടും അരുണ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏകദേശം നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഈ ചടങ്ങിൽ വരണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്, തന്നെ അതിന് കരുവാക്കുകയാണ്.
തന്റെ ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ ഇത്തരം പരിപാടികളിൽ ക്ഷണിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും രേഖാമൂലമായിരിക്കണം ക്ഷണിക്കേണ്ടത്. അത്തരത്തിൽ രേഖാമൂലം തങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ കാണിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് കാണുന്നത്. ഒരു SNDPയുടെ ഒരു സ്വകാര്യ പരിപാടിയാണ് കൊല്ലത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പരിപാടികളിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കണം എന്ന് നിർബന്ധമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേര് പ്രാദേശികമായിട്ട് കൊല്ലത്തുള്ള ചില യൂണിയൻ ഭാരവാഹികൾ വെച്ചതാണ്. അത് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്റലിജൻസിന്റെ ഭീഷണി അല്ലെങ്കിൽ ചില ഭീഷണികളുണ്ട്. അതുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വാദഗതികളും വെറുതെയാണ്. കാരണം അത്തരത്തിൽ തങ്ങൾ യാതൊരുവിധ പത്രക്കുറിപ്പുകളും ഇറക്കിയിട്ടില്ല എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും പത്രക്കുറിപ്പുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവർ കാണിക്കാൻ തയ്യാറാകണം. ഈ തന്നെയും അല്ലെങ്കിൽ SNDPക്കും എതിരായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ പ്രവർത്തികൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തങ്ങളെ കരുവാക്കുകയാണ് എന്നാണ് അല്പം മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിയും നമ്മോട് സംസാരിച്ചത്. അരുൺ H. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടത് തികഞ്ഞ മര്യാദയും സ്വാഭാവികതയുമാണെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അതിന് വിലക്ക് കൽപ്പിക്കുമ്പോൾ പ്രതികരിക്കാനോ വിലക്കിയവരും വിലക്ക് തൊടാതെ വിഴുങ്ങിയ മുഖ്യമന്ത്രിയും കേരളീയന്റെ ആത്മാഭിമാനത്തെയാണ് അവഹേളിക്കുന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. KG ദിനകർ ന്യൂസ് റൂമിൽ നിന്ന്. ദിനകർ, എന്തൊക്കെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൽ കുറിച്ചിരിക്കുന്നത്? അരുൺ, രൂക്ഷമായ ഭാഷയിലാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ആർ ശങ്കർ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയായത്. മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടത് തികഞ്ഞ മര്യാദയും സ്വാഭാവികതയുമാണ്. അതിന് വിലക്ക് കൽപ്പിക്കുമ്പോൾ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ തയ്യാറാകാതെ കുമ്പിട്ട് നിന്ന് റാൻ മൂളുന്നത് ഭൂഷണമല്ല. വിലക്കിയവരും വിലക്ക് തൊടാതെ വിഴുങ്ങിയ മുഖ്യമന്ത്രിയും കേരളീയന്റെ ആത്മാഭിമാനത്തെയാണ് അവഹേളിക്കുന്നത്. ഈ വിലക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ടാണോ? ആണെങ്കിലും അല്ലെങ്കിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ ചവിട്ടിമെതിക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ BJP വിധേയത്വവും സങ്കുചിതത്വവുമാണ് ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. മോഡിക്കും വെള്ളാപ്പള്ളി നടേശനും മുന്നിൽ മുട്ടുപിറയ്ക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഇതിൻ്റെ അപമാനഭാരം കേരളം പേറാൻ നിർബന്ധിക്കപ്പെടുകയാണ് എന്നും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. അരുൺ ദിനകർ, അതിനുമപ്പുറം ഇന്ന് സമഗ്രമായി നടന്ന രാവിലെയാണ് മുഖ്യമന്ത്രിയെ വിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ ചടങ്ങിൽ അധ്യക്ഷനായി നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രി വരണ്ട എന്ന് സ്പഷ്ടമാക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നുണ്ടായ പ്രതിഷേധങ്ങൾ എങ്ങനെയായിരുന്നു? ഏതൊക്കെ നേതാക്കളുടെ വിയോജിപ്പാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്? അരുൺ, ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. കൊല്ലത്ത് നടക്കുന്ന ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ താൻ പങ്കെടുക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ ടെലിഫോൺ വഴി തന്നോട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പങ്കെടുക്കരുത്, മാറി നിൽക്കണം, വിട്ടുനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്, വളരെ വേദനയോടെ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ താൻ പങ്കെടുക്കേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള എതിർപ്പ് ആണ് അദ്ദേഹം വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയത്. എതിർപ്പുണ്ട്, താൻ പങ്കെടുക്കുന്നതിൽ എതിർപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് വിട്ടുനിൽക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇക്കാരണത്താൽ താൻ ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് രാഷ്ട്രീയ കേരളം ശക്തമായ രീതിയിൽ പ്രതികരിച്ചത്. കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് യോജിക്കാൻ കഴിയില്ല, അത് രാഷ്ട്രീയ കേരളത്തിന് അപമാനകരമാണ് എന്നായിരുന്നു KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യക്തമാക്കിയത്. വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കണം, തലസ്ഥാനം രാജിവെക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് കേരളം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം, ജനങ്ങൾ അറിയണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. തികച്ചും മര്യാദ ഇല്ലാത്ത രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കേരള മുഖ്യമന്ത്രിയോട് പെരുമാറിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തുകയുണ്ടായി. തീർത്തും കേരള ജനതയെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്
വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. ആർ എസ് എസ് ശങ്കർ ആക്കാൻ, അതായത് പ്രതിമ RSS ശങ്കറിൻ്റേതാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ആർ എസ് എസ് ആക്കി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം കുറിച്ചിരിക്കുന്നു. കേരളത്തെ അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് ഉണ്ടായിരിക്കുന്നത്. അത് RSSന് അടിയറ വയ്ക്കുന്ന വെള്ളാപ്പള്ളിയുടെ, അല്ലെങ്കിൽ RSSന് അടിയറ വയ്ക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. രാഷ്ട്രീയ കേരളം വലിയ ഒരു നാണക്കേടിൽ എത്തി നിൽക്കുന്നു എന്നുകൂടി വേണം നമുക്ക് കരുതാൻ. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് എങ്ങു നിന്നും ഉണ്ടായത്. അരുൺ. KG ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് റൂമിൽ നിന്ന്. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല, സംഘാടകർക്ക് എതിർപ്പുള്ളതിനാലാണ് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചാണ് നിലവിൽ വിശദീകരണം ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. എന്നാൽ ഇത്തരത്തിലൊരു പ്രസ്താവന തൻ്റെ ഓഫീസ് ഇറക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും നിലവിൽ അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ കോണുകളിൽ നിന്ന് വളരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വന്നു. ഓൺലൈൻ പെൺവാണിഭ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായി. പ്രതി രാഹുൽ പശുപാലന്റെ ലാപ്ടോപ്പും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും കാണാനില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച തൊണ്ടിമുതലുകളിൽ നിർണായക തെളിവുകൾ ഇല്ല. രശ്മി ആർ നായരുമായി ഉന്നതർ നടത്തിയ അവിഹിത ബന്ധത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാണാതായതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. റൈഫിൾ അസോസിയേഷനിൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോഐ മംഗലിക്കെതിരെ പാലക്കാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട്, കോട്ടയം അസോസിയേഷനുകളിൽ നിന്ന് 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാതായ സംഭവം പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. മാധ്യമങ്ങളെ ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി AK ആന്റണി. നടൻ മമ്മൂട്ടിക്ക് PS ജോൺ എൻഡോവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ച് കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംവാദങ്ങളല്ല, വിവാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. ബാങ്കേതര ധനകാര്യ സ്ഥാപനമായ ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ശാഖ തൃപ്പൂണിത്തുറയിലും പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം നവ്യ നായർ, തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ ചന്ദ്രിക ദേവി, ICL MD KG അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICLന്റെ 23ാമത് ശാഖയാണ് തൃപ്പൂണിത്തുറയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്.